ആദ്യത്തെ ട്രില്യണർ ആവാൻ മത്സരിച്ച് മസ്കും അദാനിയും. 2027 ഇലോൺ മസ്ക് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകും. 2028 ഗൗതം അദാനിയും. ഇലോൺ മസ്കിനും ഗൗതം അദാനിക്കും ശേഷം എൻവിഡിയയുടെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ജെൻസൻ ഹുവാങ്, ഇന്തോനേഷ്യൻ ബിസിനസ് മാഗ്നറ്റും നിക്ഷേപകനും മനുഷ്യസ്നേഹിയുമായ പ്രജോഗോ പാൻഗെസ്റ്റു, ഫ്രഞ്ച് വ്യവസായിയും നിക്ഷേപകനും ആർട്ട് കളക്ടറുമായ ബെർണാഡ് അർണോൾഡ്, മെറ്റയുടെ മാർക്ക് സക്കർബർഗ് എന്നിവരാണ് കോടീശ്വരന്മാരായി അടുത്തത്. ഇലോൺ മസ്ക് 2027 ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകാനുള്ള പാതയിലാണ്. അദ്ദേഹത്തിന്റെ സമ്പത്ത് ശരാശരി 110% വാർഷിക നിരക്കിൽ വളരുകയാണ് എന്നാണ് ഇൻഫോർമ കണക്ട് അക്കാദമി റിപ്പോർട്ട് പറയുന്നത്. ബ്ലൂംബർഗ് ശതകോടീശ്വരന്മാരുടെ സൂചിക പ്രകാരം $237 ബില്യൺ ആസ്തിയുള്ള ഇലോൺ മസ്ക് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ്. $1 ട്രില്യൺ വിപണി മൂലധനത്തിൽ ഒന്നാമതെത്താൻ ഇതുവരെ ലോകത്ത് ചുരുക്കം ചില കമ്പനികൾക്ക് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. ഇതിൽ മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ആപ്പിൾ, ആൽഫബറ്റ്, ആമസോൺ, സൗദി ആറാംകോ, മെറ്റ എന്നിവ ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് അവസാനത്തിൽ വാറൻ ബഫറ്റിന്റെ ബെർക്ക്ഷയർ ഹാത്വേയുടെ കേസാണ് ഏറ്റവും പുതിയ സംഭവം. എൻവിഡിയയും 2023 മെയ് മാസത്തിൽ $1 ട്രില്യൺ ക്ലബിൽ ചേർന്നു. ജൂണിൽ $3 ട്രില്യൺ എത്തി. മൈക്രോസോഫ്റ്റ് മുന്നിലും ആപ്പിൾ പിന്നിലുമായി ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ കമ്പനിയായി. ഭാവിയിലെ കോടീശ്വരന്മാരുടെ പട്ടികയിലെ മറ്റ് ആളുകൾ ആരാണെന്ന് കൂടി പരിശോധിക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം ട്രില്യണർ പദവി നേടുന്നതിൽ മസ്കിന് ശേഷം ഗൗതം അദാനി രണ്ടാമനായേക്കും. അദ്ദേഹത്തിന്റെ വാർഷിക സമ്പത്ത് വളർച്ചാ നിരക്ക് 123% തുടർന്നാൽ 2028 ഇത് സംഭവിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2028 ട്രില്യണർ ആകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ അദാനിക്ക് പിന്നാലെ എൻവിഡിയയുടെ ജെൻസൻ ഹുവാങ്, ഇന്തോനേഷ്യൻ എനർജി ഖനന മുതലാളി പ്രഗോജോ പാൻഗെസ്റ്റു എന്നിവരുമുണ്ട്. 1916 സ്റ്റാൻഡേർഡ് ഓയിലിന്റെ ജോൺ ഡി റോക്ക്ഫെല്ലർ ലോകത്തിലെ ആദ്യത്തെ കോടീശ്വരനായി മാറിയത് മുതൽ ലോകത്തിലെ ആദ്യത്തെ കോടീശ്വരൻ ആരാകുമെന്ന ചോദ്യം എല്ലായ്പ്പോഴും പൊതുജനങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. ട്രില്യണർമാരുടെ പട്ടികയിലെ മൂന്നാമത്തെ സർപ്രൈസ് എൻട്രി ചിപ്പ്, ലോകത്തിലെ മൂന്നാമത്തെ വലിയ ധനികനായ അർദ്ധചാലക ഭീമൻ എൻവിഡിയയുടെ സിഇഒ ജെൻസൻ ഹുവാങ് ആണ്. 2030 ഒരു ട്രില്യണറായി മാറിയേക്കും എന്നാണ് സൂചന. ഒട്ടും വിട്ടുകൊടുക്കാതെ മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2030 വരെ സക്കർബർഗ് ട്രില്യണർ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം നവംബറിൽ നടക്കാനിരിക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മസ്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി റിപ്പബ്ലിക്കന്മാരുടെ പക്ഷം ചേർന്നതിനാൽ ക്ലാസിക് മത്സരം കാണുന്നതും രസമായിരിക്കും. കാര്യങ്ങൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം.